ഞാൻ ഏറ്റവും നിയമം അനുശാസിക്കുന്ന രീതിയിൽ മിതമായി 3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാം. ഈ പെൺകുട്ടിയുടെ ചാറ്റാണല്ലോ ഇപ്പോൾ പുറത്തു വന്നത്. ആ പെൺകുട്ടി അതിൽ രാഹുലിൻ്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് രാഹുൽ ലവ് 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 എന്ന 3 സിമ്പൽ വെച്ചാണ്. രാഹുലിൻ്റെ കൂട്ടത്തിൽ 3 പ്രണയത്തിൻ്റെ ഹാർട്ട്, ചുമന്ന ഹാർട്ടിൻ്റെ സിമ്പൽ. എനിക്കറിയില്ല റേപ്പ് ചെയ്ത ഒരാളെയോ പീഡിപ്പിച്ച ഒരാളെയോ അങ്ങനെ ആരെങ്കിലും സേവ് ചെയ്യുമോ. 2, പീഡിപ്പിച്ച ആളുടെ കൂടെ ചേർന്ന് ഒരു ഫ്ലാറ്റ് മേടിക്കാൻ ഏതെങ്കിലും യുവതി തീരുമാനിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിലും കൂടുതൽ കടുപ്പിച്ച് പറയുന്നില്ല. ഈ കാര്യം കേരളത്തിൽ പറയുന്ന ഏക വ്യക്തി ഞാനാണ്. അതുകൊണ്ട് എൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യാൻ പോലീസ് നാളെ കോടതി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൗണ്ടും കൂടെ പറഞ്ഞ് സീരിയൽ ഒഫൻഡറെ ഡിഫെൻഡ് ചെയ്യുന്ന സൈബർ അബ്യൂസുകാരനാണ് രാഹുൽ ഈശ്വർ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് പറയാം. രാഹുൽ 3 ലവ് ആണ് നിങ്ങൾ കാണിച്ച ചാറ്റിലെ കാര്യം. 2, പീഡിപ്പിച്ച രാഹുലിനോടൊപ്പം ചേർന്ന് ഫ്ലാറ്റ് മേടിക്കാൻ ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നു. 24-ന്റെ അടക്കം ന്യൂസ് ഞാൻ നേരത്തെ കാണുകയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യ മീറ്റിങ്ങിൽ തന്നെ രാഹുൽ കടന്നു പിടിച്ച് റേപ്പ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ്. മുഖത്തിൽ തുപ്പിയ, ചവിട്ടിയ അല്ലെങ്കിൽ ഉപദ്രവിച്ച, റേപ്പ് ചെയ്ത ഒരു പയ്യന്റെ കൂടെ, ഒരു പുരുഷന്റെ കൂടെ ഒരു സ്ത്രീ ഫ്ലാറ്റ് മേടിക്കാൻ ആഗ്രഹിക്കുമോ? ഞാൻ ഈ പരാതിക്കാരുടെ പരാതിയിൽ പറഞ്ഞതായി പുറത്തു വരുന്ന വിവരങ്ങൾ കൂടി രാഹുൽ ഈശ്വർ ഒന്ന് പറയാം. താങ്കൾ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളൂ. അതായത് ഗർഭഛിദ്രത്തിന് കടുത്ത സമ്മർദ്ദമാണ് രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നീട് ഗർഭം അലസി. ഇക്കാര്യം പറയാൻ വിളിച്ചുവെങ്കിലും രാഹുൽ ബ്ലോക്ക് ചെയ്തു. ഇതാണ് യുവതി പറയുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത്, ഇനിയുള്ള ഭാഗം താങ്കൾ ശ്രദ്ധിക്കുമല്ലോ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും രാഹുൽ അടുപ്പത്തിന് ശ്രമിച്ചു. പാലക്കാട് ഫ്ലാറ്റ് വാങ്ങി തരണം എന്ന് യുവതിയോട് ആവശ്യപ്പെട്ടു. വിവാഹം കഴിച്ച് ഒരുമിച്ച് അവിടെ താമസിക്കാം എന്ന വാഗ്ദാനം നൽകി. ഫ്ലാറ്റ് വാങ്ങുന്നതിന് വേണ്ടി ഒരു നിർമ്മാണ കമ്പനിയെ സമീപിച്ചു, ഒരു ഗ്രൂപ്പിനെ സമീപിച്ചു. അത് നടന്നില്ല എന്ന് യുവതി തന്നെ പറയുന്നുണ്ട്. പിന്നീട് സാമ്പത്തികമായി ചൂഷണം ചെയ്തു. മറ്റ് 2 ലൈംഗിക പീഡന പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നപ്പോൾ ഭീഷണിപ്പെടുത്തി. അങ്ങനെ പിന്നെ അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ ഇല്ലാതാക്കും എന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ്. അപ്പോൾ യുവതി നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ ചാറ്റുമായി ചേർന്ന് പോകുന്നതാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് തന്നെ അവരും പറഞ്ഞിട്ടുള്ളത്. അവർ നുണയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ. ചാറ്റുമായി ചേർന്ന് പോകുന്ന ഇങ്ങനെ ഒരു വ്യക്തിയെ രാഹുൽ ലവ് 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 എന്നിട്ടാണോ ഏതെങ്കിലും വ്യക്തി ചെയ്യുന്നത്? കുഴപ്പമില്ല, നമുക്കത് വ്യത്യസ്തവാദിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നോക്കേണ്ട കാര്യം, രാഹുൽ ഒരു പെൺകുട്ടിയോട് ഇൻസെൻസിറ്റീവായി പെരുമാറി എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രീ ഗോപികൃഷ്ണനോട് 101% എഗ്രി ചെയ്യും. രാഹുൽ കുറെ കൂടെ ഇമോഷണലി അക്കോമഡേറ്റ് ചെയ്യണം, സെൻസിറ്റീവ് ആകണം, പെൺകുട്ടിയോട് റെസ്പെക്ട്ഫുൾ ആകണം എന്ന് പറഞ്ഞാൽ 101% ഞാൻ എഗ്രി ചെയ്യും. പക്ഷേ രാഹുൽ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിയമപരമായി അത് സ്റ്റാൻഡ് ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. തമ്പി സാർ പറയട്ടെ. അതോടൊപ്പം ഒരു നിയമത്തിൻ്റെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം. റെട്രോസ്പെക്റ്റീവായി കൺസെന്റ് പിൻവലിക്കാനാകില്ല. അതായത് 2025 വന്ന് 2024 കൺസെന്റോടുകൂടി ചെയ്തൊരു കാര്യത്തിന് കൺസെന്റ് ഇല്ലായിരുന്നു എന്ന് റെട്രോസ്പെക്റ്റീവ്ലി നമുക്ക് കൺസെന്റ് പിൻവലിക്കാനാവില്ല എന്ന് പറയണം. ഇവിടെ ശ്രീ മുസ്തഫയോ ശ്രീ റിജിൽ മാക്കുറ്റിയോ പറയാൻ പോയില്ല, അവരുടെ മനസ്സിലുണ്ടെങ്കിലും പറയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതും കൂടെ പറയുന്നു. 23 മാർച്ച് 2018 ശ്രീ പി ശശി നിരപരാധിയാണെന്നും അദ്ദേഹത്തെ അക്വിറ്റ് ചെയ്തുകൊണ്ട് ഹോസ്ദുർഗ് കോടതിയുടെ വിധിയുണ്ട്. ശ്രീ പി ശശിയെ ഇനി നമ്മൾ കരിവാരി തേക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? അദ്ദേഹത്തിൻ്റെ എതിർ രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ നമ്മുടെ എതിരാളികളോട് പോലും അല്ലെങ്കിൽ എതിർപക്ഷത്ത് നിൽക്കുന്നവരോട് പോലും നമ്മൾ മാന്യത കാണിക്കണം. ശ്രീ മുകേഷിന്റെ കാര്യത്തിൽ CPM MLA ആണ്. കോർട്ട് അനുകൂല ഒബ്സർവേഷൻസ് ശ്രീ മുകേഷിനുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, മുകേഷ് ഏട്ടനെ പോലെ മുതിർന്ന ഒരാളുടെ ജീവിതത്തിൽ ഈ കള്ളപ്പരാതി അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ മനസ്സിനെയൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചതാണ്. BJP-യിൽ നിന്ന് ശ്രീ സുരേഷ് ഗോപിക്കെതിരെ ഫ്രിവിലസ് ആയ ഒരു പരാതിയാണ് ഇതേപോലെ വന്നത്. കോൺഗ്രസിൽ തന്നെയുള്ള എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടി ഓരോ കേസും ഓരോ യുണീക് കേസാണെന്ന് പറയുന്ന രാഹുൽ തന്നെയാണ് ഈ മറ്റു ചില കേസുകളിലെ അനുഭവങ്ങൾ ഇതുമായി ചേർത്ത് വെച്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അല്ലല്ല, ഒരിക്കലും അല്ല. അതാണ് ഇപ്പോൾ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുണീക് ആൻഡ് ട്രൂ പോയിന്റ്സ് സെറ്റ് ബൈ കോർട്ട്. അല്ല, തെറ്റിദ്ധരിപ്പിക്കല്ലേ, ഒരു സെക്കൻഡ്. ആ യുണീക് കേസുകളിലെ കോടതി ഒബ്സർവേഷനുകൾ ഇത് വളരെ ചുരുക്കം കേസുകളല്ലേ? എത്രയോ കേസുകളിൽ, ഇതുപോലെയുള്ള കേസുകളിൽ ആളുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതൊന്നും എന്താ രാഹുൽ ഉദാഹരിക്കാത്തത്? ഇതുപോലെ എത്ര കേസുകളിൽ ആളുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ചില കേസുകൾ തെളിയിക്കപ്പെടാതെ പോയിട്ടുണ്ടാകാം, ചില കേസുകൾ കള്ളപ്പരാതികളായിട്ടുണ്ടാകാം. ആ കേസുകൾ എടുത്തു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത് എന്തിനാണ്?
ആരിക്വേറ്റ് ചെയ്തു? നേരത്തെ ശ്രീ പി ശശിയുടെ കാര്യം റിജിൽ മാക്കുറ്റി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് റിജിൽ മാക്കുറ്റിയുടെ പാർട്ടി അടുത്ത ഇലക്ഷനിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അതിന്റെ പേരിൽ ശ്രീ പി ശശിയെ അന്യായമായി ആക്രമിക്കരുത്. ശബരിമല കേസിൽ തന്ത്രി അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ അതിന്റെ പേരിൽ നാളെ ശങ്കർദാസ് സാറിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യരുത്. 83 വയസ്സുള്ള സ്ട്രോക്ക് വന്ന വയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അന്യായമായി അറസ്റ്റ് ചെയ്താണെന്ന് രാഹുലിന് എങ്ങനെ പറയാം? അത് കോടതി പറയട്ടെ. പ്രതികാരം തീർക്കാൻ വേണ്ടി കേസുകൾ മിസ്യൂസ് ചെയ്യരുത്. തന്ത്രിയുടെ കേസിലും അറസ്റ്റ് അന്യായമാണോ അല്ലേ എന്ന് കോടതി പറയട്ടെ. അയ്യപ്പ ഭക്തനും ശബരിമലയ്ക്ക് വേണ്ടി ഒരുപാട് ജയിലിൽ കിടന്ന ആളുമാണ്. ആണ് രാഹുൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് തന്നെ വിരുദ്ധമായിട്ട് രാഹുൽ ഇപ്പൊ സംസാരിക്കുകയാണ്. ആദ്യം രാഹുൽ പറഞ്ഞു കോടതി പറയട്ടെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ അംഗീകരിക്കാം. ഇപ്പോൾ താങ്കൾ തന്നെ വളരെ ജഡ്ജ്മെന്റലായിട്ടാണ് പറയുന്നത്. താങ്കൾ പറയുന്ന ഓരോ കേസുകളും യുണീക്കാണ്. എന്നിട്ട് താങ്കൾ ഇതിൽ കള്ളപ്പരാതികൾ നൽകി വെറുതെ വിട്ടവരുടെ കേസുകൾ ഉദാഹരിക്കുകയാണ്. താങ്കൾ തന്ത്രിയെ അന്യായമായി അറസ്റ്റ് ചെയ്തെന്ന് പറയുകയാണ്. അല്ലല്ല, ഒരു സെക്കൻഡ് ശ്രീ ഗോപികൃഷ്ണൻ, അല്ലല്ല, ഇത്രയും സോൾഫുൾ ആയി പറയുകയാണ്. ഞാൻ ശ്രീ പി ശശിയുടെ കേസിൽ 23 മാർച്ച് 2018 ഹോസ്ദുർ കോടതിയുടെ വിധിയാണ് പറഞ്ഞത്. അത് ശ്രീ മുകേഷിന്റെ കേസിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ഒബ്സർവേഷനാണ്. ശ്രീ എൽദോസിന്റെ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒബ്സർവേഷനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ആ കേസ് നടക്കുന്ന ഭാഗത്ത് ഹൈക്കോടതി പറഞ്ഞ ഒബ്സർവേഷനാണ്. അപ്പൊ ഇതിന്റെ കാര്യം ഈ യുണീക്ക് കേസുകൾ പഠിച്ചൊരു വ്യക്തിയാണ്. അതിനർത്ഥം നല്ല കേസുകളോ ശരിയായ കേസുകളോ ഇല്ലെന്നല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ കേസ് ശരിയാണെന്ന് കോടതി പറഞ്ഞാൽ രാഹുലിനെ താങ്കളുടെ പരിപാടിയിൽ നിന്ന് തെള്ളിപ്പറയാൻ തയ്യാറാണ്. ഒരു വരി കൂടെ പറയട്ടെ. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലെ പരാതിക്കാരിയുടെ ഭർത്താവിനൊപ്പമാണ് ഞാൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത ആ ചെറുപ്പക്കാരനൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം അല്ല. കാര്യം ആ പയ്യനാണ് അതിജീവിതൻ. ഇവിടെ നമ്മൾ നമ്മുടെ രാഷ്ട്രീയ വിരോധം കേസുകളിൽ തീർക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യ കാണുന്ന കന്യാസ്ത്രീമാരെ 9 ദിവസം ജയിലിൽ പിടിച്ചെടുത്തതും കിടക്കുന്നതും അങ്ങനെയാണ്. ശരി, ഞാനൊരു ഇടവേള എടുക്കുന്നു. തമ്പി സാർ, ഞാൻ ഇടവേളയ്ക്ക് ശേഷം വരും. ഒപ്പം തന്നെ ശ്രീ VPP, അതോടൊപ്പം തന്നെ ശ്രീ ഗോപികൃഷ്ണൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അങ്ങ് പറയണം. ഞാൻ ഈ പറഞ്ഞതെല്ലാം കോടതി വിധികളല്ലേ? ഞാൻ ഈ പറഞ്ഞത് ഇത്രയും കേസുകളിൽ പഠിച്ച കോടതിയുടെ വിധിയുടെ ഞാൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചില്ല. ഞാൻ പറഞ്ഞത് രാഹുൽ എന്തെങ്കിലും നുണ പറഞ്ഞു എന്നല്ല. ഞാൻ പറഞ്ഞത് താങ്കൾ ഉദാഹരിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് കള്ളപ്പരാതികളായി വന്ന കാര്യങ്ങളാണ്. വിച്ച് മീൻസ് അതുമായി ചേർത്ത് വെച്ചാണ് രാഹുലിന്റെ കേസുകളെ താങ്കൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ്. അപ്പോൾ ഓരോ കേസും ഓരോ യുണീക് കേസാണെന്ന് പറഞ്ഞ രാഹുൽ തന്നെ അവരെ ഈ കള്ളപ്പരാതികളായി ഉയർന്നു വന്ന കേസുകൾ വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിനെ അവതരിപ്പിക്കുമ്പോൾ താങ്കൾ ഒരു പക്ഷം പിടിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഒരു വരി കൂടെ പറഞ്ഞേ പറഞ്ഞു. ഒറ്റ വരിയേ ഉള്ളൂ. ഇല്ല, ഞാൻ താങ്കൾ റിജിൽ മാക്കുറ്റിയോട് പി ശശിയുടെ കാര്യത്തിൽ മറുപടി പറഞ്ഞില്ലെന്നാ പറഞ്ഞത്. മുസ്തഫ സാറും പറയില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗം ഡിഫെൻസീവ് ആകും. ആ പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജ പരാതികൾ ഉണ്ടെന്ന കാര്യം അംഗീകരിക്കേണ്ടി വരും. നേരെ തിരിച്ച് നാളെ എൽദോസിനെ കുറിച്ച് ചോദിച്ചാൽ റിജിൽ മാക്കുറ്റി മിണ്ടില്ല. കാര്യം തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ വേട്ടയാടുമ്പോഴും സ്ത്രീപക്ഷം എന്ന പേര് കിട്ടാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രീയക്കാർ മിണ്ടാതിരിക്കുകയാണ്. അല്ലെങ്കിൽ എൽദോസ് നിരപരാധിയാണെന്ന് ആരെക്കാട്ടിയും റിജിൽ മാക്കുറ്റിക്ക് അറിയാം. ശ്രീ പി ശശി നിരപരാധിയാണെന്ന് ആരെക്കാട്ടിയും ശ്രീ മുസ്തഫയ്ക്ക് അറിയാം. പക്ഷേ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞ കാര്യങ്ങൾ പോലും അവര് ഹൈലൈറ്റ് ചെയ്യില്ല. അത് ഗോപികൃഷ്ണനെ പേടിച്ചാണ്. കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്ത്രീപക്ഷ കിരീടം നിങ്ങൾ എടുത്തു മാറ്റും. കോടതി പറഞ്ഞല്ലേ, കോടതിയുടെ വിധിയുടെ ഡേറ്റ് അടക്കമല്ലേ പറഞ്ഞത്. കോടതി 23 മാർച്ച് 2018 രാഹുൽ മറ്റുള്ള ആളുകളെ രീതി അതാണ്. രാഹുൽ പറയാൻ ആയിട്ടില്ല. രാഹുലിന്റേതായ വാദഗതി രാഹുൽ ഉന്നയിച്ചോ? ഞാൻ ബി ജെ പി നിരപരാധി ഞാൻ പറഞ്ഞിട്ടുണ്ടോ? താങ്കളാണ് തീരുമാനിക്കുന്നത്. എന്താലോചിക്കാൻ താങ്കൾ എല്ലാരെയും ഒരേപോലെ കൊട്ടേണ്ട ആവശ്യമില്ല. ഞാൻ താങ്കൾ പലപ്പോഴും പറയാറുണ്ട്. അല്ലല്ല, ഞാൻ പറഞ്ഞത് രാഹുലിനെ തന്നെ കോൺട്രഡിക്ട് ചെയ്ത ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം രാഹുൽ യുണീക് കേസുകൾ ഓരോ കേസും യുണീക്ക് ആണെന്ന് പറയുകയും ഇതിൽ കള്ളപ്പരാതികളായ കേസുകളിലെ കോടതി വിധികൾ സംബന്ധിച്ച കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്യും. അതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ 3ാമത്തെ ബലാത്സംഗ കേസിലും ഒരു സംശയത്തിന്റെ ആനുകൂല്യം അവതരിപ്പിക്കുകയും ചെയ്തതിലാണ് ഞാൻ പറഞ്ഞത്. അതിൽ കൂട്ടത്തിൽ രാഹുൽ തന്ത്രിയെ അന്യായമായി അറസ്റ്റ് ചെയ്തെന്നൊരു ഭാഗം കൂടി പറഞ്ഞു. അത് വളരെ സമർത്ഥമായ രാഹുൽ ഇക്കാര്യത്തിൽ അവതരിപ്പിച്ചു. അതേ ഞാൻ പറഞ്ഞോളൂ. അത്രേ ഞാൻ പറഞ്ഞോളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.